വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം BJP അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 മുതൽക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ കോൺഗ്രസിനോടൊപ്പം നിന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ UDF എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ തന്നു. ആ പിന്തുണ തന്നെയാണ് ഇവിടെ നിലമ്പൂരും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതിനിപ്പോൾ എന്തോ ഒരു ഭൂകമ്പം നടത്തേണ്ട കാര്യമില്ല. അതായത് വികസനം ചർച്ച ചെയ്യാൻ UDF തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് വികസനം ചർച്ച ചെയ്യാം, നിങ്ങൾ ആരംഭിച്ച് നിങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതി പറയാൻ പറഞ്ഞു. അപ്പോൾ ഉത്തരവില്ല. അപ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനും കമ്മ്യൂണലായിട്ടുള്ള ചേരിവരും ഉണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല. 2019 വരെ ധാരാളമായിട്ട് ഇവരുടെ വോട്ട് കിട്ടിയിട്ടുള്ള LDFനാണ്. ഇപ്പോൾ 96 മുതൽ 96 വരെ ഇവർ ഇലക്ഷന് ജമാഅത്തെ ഇസ്ലാമി എടുത്ത സ്റ്റാൻഡ് വ്യക്തികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യാണ്. അന്ന് കോഴിക്കോട് പാർലമെന്റിലൊക്കെ വീരേന്ദ്രകുമാറിനെ വോട്ട് ചെയ്തവർ പരസ്യമായിട്ട് പത്രത്തിൽ കൊടുത്തു ഇന്ന ആൾക്കാർ പിന്തുണ നൽകുന്നത്. പക്ഷെ 96 മുതൽ, അതായത് ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം RSSനെയും ജമാഅത്തെ ഇസ്ലാമിനെയും അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ചപ്പോൾ 96 മുതൽ തുടർച്ചയായിട്ട് ഒരു കേരളത്തിൽ LDFനും കേന്ദ്രത്തിൽ കോൺഗ്രസ് വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് 2010-ലാണ്. അന്നും അവർ സ്റ്റാൻഡ് മാറിയിട്ടില്ല. പക്ഷേ 2019 വന്നപ്പോഴാണ് ആ പാർട്ടി സ്റ്റാൻഡ് മാറ്റിയത്. പിന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റാൻഡും അതിനുശേഷം പിന്നെ ജമാഅത്തെ ഇസ്ലാമി സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. അതായത് ആർക്ക് പിന്തുണ നൽകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. വെൽഫെയർ പാർട്ടിയാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ഇതിപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിലപാട് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല, 2019 മുതൽക്കുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അവർ പറഞ്ഞു. ബാക്കി ഒരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച എവിടെയും നടത്തിയിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഓരോ കഥകളാണ്.